ഒരു ദിവസം 7 പേരാണ് ഹൗസിലേക്ക് തിരിച്ചെത്തുന്നതെന്ന് ലൈവിൽ ഇന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭി ചോദിക്കുന്നു, അതെങ്ങനെ 7 പേര് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞങ്ങളുടെ മാമൻ്റെ മോനാണേ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇടാ ഇന്നലെ 7 പേരല്ലേ വന്നേ, അപ്പോൾ ഇന്നും 7 പേരായിരിക്കും വരുന്നത്. ഞാനങ്ങ് പറഞ്ഞതാ. അപ്പോൾ ഇന്നത്തെ 7ാമത്തെ ആളാണ് ഹൗസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് മസ്താനിയാണ്. എല്ലാവരും പാട്ട് കേട്ടപ്പോഴത്തേന് പ്രധാന വാതിലിൻ്റെ അവിടേക്ക് വന്നിട്ട് ഭയങ്കര ഡാൻസും ബഹളവും ഒന്നും വേണ്ട, ആരാ വരുന്നതെന്ന് വരെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ആ കതകിൻ്റെ ഇടത്തോട്ട് പോയി നിന്നങ്ങ് ഡാൻസ് കളിക്കുകയാണ്. കതക് തുറന്ന് ഇങ്ങോട്ട് വന്നതും നമ്മുടെ മസ്താനിയെ കണ്ടതും പെൺപടകൾ മൊത്തം എന്താ പറഞ്ഞേ, ഉൾവലിഞ്ഞ് പെട്ടെന്ന് അങ്ങ് ചെന്നി ചെതറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് മാറി. 1-2 പേര് മാത്രം അങ്ങോട്ട് ചെന്നിട്ട് കൈയൊക്കെ കൊടുത്തു സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ നിവിനാണ്. നിവിൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫാനല്ലേ, ആകെ എനിക്കൊരു ഫാൻ മാത്രമേ ഉള്ളൂ, അത് നീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിനാണ് മസ്താനിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സുഖമാണോ എന്നൊക്കെ. പക്ഷെ പെണ്ണുങ്ങളാരും അങ്ങോട്ട് അടുക്കുന്നില്ല. കാരണം മസ്താനി വന്ന ആ ഒരു വൈൽഡ് കാർഡായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക ആൾക്കാരെടുത്തും വഴക്കിടുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത ഒരാളല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ദേഷ്യവും ഒക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത്ര വലിയ സ്വീകരണമല്ല മസ്താനിക്ക് ഹൗസിൽ നിന്ന് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നേരെ മസ്താനിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ നെവിൻ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ജിഷിൻ മസ്താനിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്നെ വിളിക്കാൻ, നിനക്ക് എന്നോട് വല്ല ദേഷ്യം വല്ലതും ഉണ്ടോ, ഞാനെപ്പോഴാണ് നിങ്ങളെ ട്രിഗർ ചെയ്തതെന്നൊക്കെ മസ്താനിയും ചോദിക്കുന്നുണ്ട്. നെവിൻ മസ്താനിയെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നെവിൻ ചോദിക്കുകയാണ്, എടാ അഭിലാഷേ, നീ എന്നെ ഒന്ന് കൊഞ്ചിക്കടാ. അപ്പോൾ അഭിലാഷ് ഇങ്ങനെ വിളിച്ചിട്ട്, ഞാൻ നിന്നെ എത്ര കൊഞ്ചിക്കുന്നുണ്ടടാ, ഇങ്ങി വാ ഞാൻ കൊഞ്ചിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ ഹഗ് ചെയ്യുന്നുണ്ട്. മസ്താനി നടക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി, അതാണ് ഞാൻ ലേറ്റായത്. എന്നിട്ട് വേറെ ഫ്ലൈറ്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാരിക ചോദിക്കുക, സ്വന്തമായിട്ട് എടുത്തോ? രണ്ടാമതെടുത്ത ഫ്ലൈറ്റും വന്നത് 1 മണിക്കൂർ ലേറ്റായിരുന്നെന്നൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മസ്താനി. തുടർന്നുള്ള ലൈവ് വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുക.